ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റ് അലാറം അടിച്ചു, അലാറത്തെ തിരിച്ചു കൊണ്ടുവച്ചു, ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഇതാണ് പരിപാടി ഇപ്പോൾ. അപ്പോൾ ഞാൻ ആക്ച്വലി ഉറങ്ങിപ്പോയി കേട്ടോ. എനിക്ക് ടൈം തീരെയില്ല. ഐ വോണ്ട് ടു ഗോ ഔട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വെപ്രാളപ്പെട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ബിഫോർ ഗോയിങ് ഔട്ട് ഐ ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ്. അപ്പം നോക്കട്ടെ എങ്ങനെ ഞാനിതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുമെന്ന് അറിയത്തില്ല. സോ ബൈ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ഗെറ്റ് റെഡി. എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ. നൗ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഷട്ടപ്പട്ടെ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാം. അയ്യോ, എല്ലാം പോവാം. ഞാൻ ഫുഡ് കഴിക്കാണ്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. പക്ഷേ വേണ്ട സ്ഥലങ്ങളിലെല്ലാം നേരത്തെ എത്തിയാൽ വേണം. ഇപ്പം എന്താ ചെയ്യും? വേഗം ഒരുങ്ങാം. ഓക്കെ, എൻ്റെ മുഖം കണ്ടറിയാതെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ചിട്ട് വരുവാ. നല്ല ഉറക്കമായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. ഇപ്പം ചൂടായതുകൊണ്ട് രാവിലെ കിടന്നുറങ്ങാനാണ് നല്ല സുഖം. അതിനില്ല ഒരു വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി തണുപ്പ് കിട്ടും. ഒബിയസ്ലി ഭയങ്കര ബുദ്ധിമുട്ടും. സൺസ്ക്രീൻ മുഖ്യം. ഓക്കെ, സൺസ്ക്രീൻ ഇടാണ്ട് എന്നും പോകാൻ പറ്റില്ല. ഇട്ടിട്ട് തന്നെ പ്രശ്നം. ഇടാണ്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇട്ടിട്ട് തന്നെ എൻ്റെ മുഖം നിറച്ചിട്ടാനാ. ഇടാണ്ട് പോയാലോ? ഓക്കെ, ഞാൻ ഇനി ബാക്കി ഒരുങ്ങിയിട്ട് വരാം. അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ ഒരുങ്ങി ഇറങ്ങി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണേ. ഫുഡ് കഴിക്കാണ്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. ഫുഡില്ലാണ്ട് പോകാൻ പറ്റില്ല. ഫുഡ് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസ് കയറി വയറുവേദന എടുക്കും. സോ ഫുഡ് കഴിക്കുക മസ്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി പോവാം. ബട്ട് ഇപ്പോഴും ടൈം എനിക്ക് എത്ര മണിക്ക് എത്തണ്ടേ? എനിക്ക് പോകണം, എനിക്കൊരു 10 ആകുമ്പോൾ എത്തണം. ബട്ട് ഇപ്പോൾ സമയം 8:50 ഒക്കെ ആയിട്ടുണ്ട്. ഐ വിൽ ഈറ്റ് ആൻഡ് ഗോ. സോ ദി എക്സൈറ്റിംഗ് തിങ് ഇസ് ടുഡേ ഐ ആം ഗോയിങ് ഫോർ ദിസ്. എവിടെയാണ് ഞാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ഇവിടെ നമ്മുടെ സലൂണിൽ പോകുന്നുണ്ട്. ആഫ്റ്റർ ലോങ് ടൈം ഞാൻ യൂഷ്വലി ഹെയർ കട്ടിനൊക്കെ പോകാറുണ്ട്. ഹെയർ കട്ടിനും എല്ലാം അതിലും ത്രെഡിങ്ങിനും അങ്ങനെയൊക്കെ പോകും. ബട്ട് ഐ ഡോണ്ട് ഗോ ഫോർ ദിസ് എന്താ ക്ലീനപ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകലില്ല. ബട്ട് ഞാൻ എപ്പോഴും 500 കൂടുതൽ പൈസ ചിലപ്പോൾ മിക്കതും ഫുഡിനും ഡ്രസ്സിനും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ. ബട്ട് ഈ മുഖത്തിലെ കാര്യത്തിനൊന്നും ഞാൻ അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യാൻ എനിക്കിങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇപ്പം എൻ്റെ മുഖത്തിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ടാനൊക്കെ അടിച്ച് ഒരുമാതിരിയായിട്ട്. സോ ഒരു ക്ലീനപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നി. അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഇന്നെനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് അതിന് പോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. രാവിലെ എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഐ എം നോട്ട് കവറിങ് ദാറ്റ്. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സംഭവം. ഓ ദാറ്റ് ഐ ടുക്ക് ദിസ് വീഡിയോ. പിന്നെന്താ, അപ്പം നമുക്ക് എൻ്റെ ഈ വെപ്രാളപ്പെട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് കാണാം. എൻ്റെ ബസ് യാത്ര ഭയങ്കര സാഹസികമായ ഒരു യാത്രയായിരുന്നു. ഞാൻ വലിയ കാര്യത്തെ കഴിക്കാൻ വേണ്ടി 2 വടയും പഴംപൊരിയും ഒക്കെ മേടിച്ച് ബസ്സിലോട്ട് കയറിയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നാണ് കണ്ടത് വടേൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവസാനത്തെ വട റിലാക്സ് ചെയ്ത് ചമ്മന്തിൻ്റെ കൂടെ തിന്നാനിരുന്ന മൊത്തം ചമ്മന്തിയും കൂടെ എൻ്റെ ഡ്രസ്സ് വീണ് ആകെ പ്രത്യേകമായി വെള്ളമൊക്കെ ആയി. പിന്നെ ഞാനത് കഴുകാൻ നോക്കിയിട്ടാണെങ്കിൽ പറ്റുന്നുമില്ല. ഞാൻ അങ്ങനെ പരിശ്രമിച്ച് എന്തൊക്കെയോ ആക്കി ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുകയാണ്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക്
നമ്മളുടെ സലൂണിലെത്തുമ്പം കാണാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ പണ്ട് മുതലുള്ള ശീല, ഞാൻ ഉടനെ പറയും ഇന്ന് ഞാൻ ആരെയാണോ കണി കണ്ടത് എന്ന് പറയുന്ന സ്വഭാവം. പക്ഷെ അത് ഞാൻ മാറ്റിട്ടോ. ബിക്കോസ് ഇന്ന് ചമ്മന്തി വീണു, എനിക്ക് വണ്ടി കിട്ടാൻ ലേറ്റായി, അത് ലേറ്റായി, ഇത് ലേറ്റായി പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ദിവസം കൊള്ളാണ്ടായി എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നും ഞാൻ കാണുന്നില്ല. ദർ ആർ മോർ എക്സൈറ്റിംഗ് തിങ്സ് ടു ഡു ടുഡേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ സാഡ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ചമ്മന്തി വീണതല്ല ഉള്ളു, വേറെ ഒന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ഉച്ചയ്ക്ക് കാണാം കേട്ടോ. ഞാനിങ്ങനെ പോകുന്ന വഴിക്കാണ് വിചാരിച്ചത് ഡ്യൂമാർട്ടിലൊന്ന് കയറിയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ അഡിക്ഷൻ കുറച്ച് കൂടുന്നുണ്ട്. ആ അഡിക്ഷൻ ഒന്ന് കുറച്ച് എൻ്റെ ഈ ഒഴിവ് വേളകൾ ആഹ്ലാദകരമാക്കാൻ വേണ്ടി കുറച്ച് പരിപാടികൾ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ ഡ്യൂമാർട്ടിന് എന്തായാലും അതിൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ വലിയ പൈസ ഒന്നും ആകത്തില്ല ഈ എംബ്രോയിഡറിൻ്റെ ആ ലൂപ്പ്, ആ സാധനം, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ആ ഒരു തുണി, കുറച്ച് ത്രെഡ്, ഇതൊക്കെ ഒന്ന് മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ത്രെഡ് വന്നിട്ട് ഇങ്ങനത്തെ ത്രെഡ് ഏതെങ്കിലും എടുക്കുന്നത്, ബിക്കോസ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഏതെങ്കിലും മതിയെന്ന് വിചാരിക്കുന്നു. ഈ സാധനം എത്രയാണ് എടുത്തേക്കുന്നത്, ലൈക്ക് ഈ ഒരു ഡിഫറെൻറ്റ് കളറിലെ ത്രെഡ്, പിന്നെ വന്നിട്ട് പല സൈസിലെ നീഡിൽ, ഈ തുണി, പിന്നെ പിന്നെ റിങ് വന്ന് മീഡിയം സൈസ്, അതിൻ്റെ സൈസ് ഇത് ഇത്ര എടുത്തേക്കുന്നത് ചേച്ചി. പിന്നെ ഒരു കട്ടറും കൂടെ. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, ഇത് കുറേ ബീഡ്സ്, അങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഇങ്ങനത്തെ ഉണ്ട്. സ്റ്റിക്കേഴ്സ്, പിന്നെ ജേർണലിംഗ് ബുക്കുകൾ, പെയിൻറ്റിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതെല്ലാം ശരിക്കും ഉണ്ട് ഇവിടെ. സോ ഞാൻ പോയിട്ട് എൻ്റെ സാധനങ്ങൾ നോക്കട്ടെ. ഈ സാധനം കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കോട്ടോ ചുടുവോ ലിസ്റ്റോ എന്തെങ്കിലുമൊക്കെ എഴുതാം. പക്ഷെ നല്ല രസമുണ്ട്. ബട്ട് ഇതിന് ഭയങ്കര വിലയാണ്, 300 രൂപയാണ്. ഭയങ്കര വിലയല്ല, ഇത്ര വിലയുടെ ഒരു സാധനം എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനത് ആലോചിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് ആലോചിക്കാം. ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് വാങ്ങണോ വേണ്ടായോ എന്നൊരു കൺഫ്യൂഷൻ വരുന്ന സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കടയിൽ നിന്ന്, ഇപ്പോൾ മോളിലൊക്കെ ആണെങ്കിൽ ഞാൻ ആ കടയിൽ നിന്ന് മാറിയിട്ട് അടുത്ത കടയിലോട്ടൊക്കെ പോകും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ടൈം പീരീഡിൽ സ്റ്റിൽ നമുക്ക് ആ സാധനം വേണം, അത് അത്ര അടിപൊളിയാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പോയി മേടിക്കും. അല്ല ഓക്കെ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ല. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഞാനിപ്പോൾ സലൂണിലെത്തി. ഇവിടെ ഞാൻ അങ്ങനെ പോയിട്ട് എപ്പോഴും ക്ലീനപ്പ് ചെയ്യുമോ അങ്ങനത്തെ പരിപാടിയൊന്നും ആക്ച്വലി ഇല്ല. മിക്കപ്പോഴും ഞാൻ പോകുന്നത് എൻ്റെ ഹെയർ കട്ട് ചെയ്യാനോ ഐബ്രോ ത്രെഡിങ്ങിനോ ഇതിനൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡ്യൂറ്റാൻ പിന്നെ ത്രെഡിങ്ങോടെ വരുമ്പോൾ ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഈ ക്ലീനപ്പൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ നല്ല ടാനും അതേപോലെ തന്നെ കുറേ വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഫുൾ വീക്കിൽ നമ്മൾ വർക്കൊക്കെ ചെയ്ത് നമുക്ക് ഒരു ഡേ ഓഫ് കിട്ടുന്ന 2 ദിവസമല്ല, ഒരു ദിവസമാണ് സൺഡേ. സോ ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എനിക്കിഷ്ടമാണ് ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, ലൈക്ക് സെൽഫ് കെയർ തിങ്സ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ഞാൻ ഫേസ് പാക്കൊക്കെ ഇട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും റൊമാൻറ്റിസൈസ് ചെയ്ത് ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്താ ലൈക്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറയണം മനസ്സിലാവുന്നെന്ന്. ഏറ്റവും ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ മിഠായി കിട്ടുന്നത് വരെ ഭയങ്കര സന്തോഷത്തോടെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി സന്തോഷിക്കാൻ കുറേ കാര്യങ്ങൾ ചുറ്റിനുമുണ്ട്. അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടല്ലോ.
ഞാനിന്ന് എൻ്റെ പ്ലാനിൽ ഈ സാലൂണിൽ പോകാമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ പുറത്ത് പോയപ്പോൾ ഞാൻ എന്താണ് എഡ്യൂമാർട്ട് കണ്ടു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു എംബ്രോയ്ഡറീൻ്റെ സംഭവം മേടിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫോൺ അഡിക്ഷനാണ്. നല്ല ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ശീലമായിപ്പോയി. എനിക്കെന്നല്ല, നിങ്ങൾക്കും ചിലപ്പോൾ അറിയായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഫോൺ യൂസ് ചെയ്ത് ഫോണില്ലാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. ഇങ്ങനെ റീൽസാണ് നമ്മൾ മിക്കപ്പോഴും റീൽസോ ഷോർട്സോ ഒക്കെ ആയിരിക്കും കാണുന്നത്. ബിക്കോസ് അതൊക്കെ 30 സെക്കൻഡ്സ് അല്ല ഉള്ളത്. അതാകുമ്പോൾ നമുക്ക് വേഗം കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോസ് കാണാനുള്ള ഒരു പേഷ്യൻസ് തന്നെ ഇപ്പോൾ ഇല്ല. ബിക്കോസ് ഓഫ് ഫോർ സോ ഞാൻ അഡിക്ഷൻ തിരിച്ചെത്തി. ടു ദീസ് ഞാൻ ഡിജിറ്റൽ ഡിവൈസസ്. വിചാരിച്ചത്ര വെയിലൊന്നും കൊണ്ടില്ല. എൻ്റെ മുഖം ഉണ്ടല്ലോ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വരും. നല്ലതായിട്ട് പൊങ്ങി വെപ്പുണ്ട് കേട്ടോ. സോ യാ, ഞാൻ ക്ലീനപ്പ് ഒക്കെ ചെയ്തു, തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ അൺഈവനായിട്ട് ഇരിക്കണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം ഭയങ്കര സെൻസിറ്റീവാണ്. ലൈക്ക് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ അപ്പോൾ പാടില്ല. സോ അവർ ഇങ്ങനെ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ടൈമിൽ അവർ നല്ലതായിട്ട് പ്രസ് ചെയ്യുമല്ലോ. അപ്പം പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പൊങ്ങി വരുന്നത്. ഇത് പോണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പം അതെല്ലാം കഴിയുമ്പോൾ അത് ശരിയാവും. സോ അതുവരെ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കും. ബട്ട് കുഴപ്പമില്ല. പിന്നെ അവരെൻ്റെ അടുത്ത് വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മളുടെ മുഖത്ത് നമ്മൾ എന്ത് ചെയ്താലും വെയിൽ കൊള്ളരുതല്ലോ. വീണ്ടും പോയി നമ്മൾ ടാൻ അടുപ്പിക്കുന്നതിന് തുല്യമാവും. സോ അതങ്ങനെ കഴിഞ്ഞു. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. വിശക്കുന്നതുകൊണ്ട് മാത്രം നമ്മളൊരു ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ടൈമിൽ വരും. ഇനി അത് കഴിക്കുക. പിന്നെ ഞാൻ മേടിച്ച എംബ്രോയ്ഡറിയുടെ സാധനം ഇന്ന് ആവശ്യം കൊണ്ട് മേടിച്ചില്ലേ, അതൊക്കെ ഒന്ന് യൂസ് ചെയ്യണം. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട്. യാ, ദാറ്റ്സ് ഇറ്റ്. ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മേ ബി നിർത്താം. ബിക്കോസ് ഞാൻ കുഴഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനി ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സെൻഡ് ചെയ്താലും. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.